എന്നെ കരുതും, എന്നും പുലർത്തും. എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തൻ്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. എന്നെ കരുതും, എന്നും പുലർത്തും. എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തൻ്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. രാത്രിയിലെ ഭയത്തെയും പകലിൽ പറക്കുമസ്ത്രത്തെയും ഇരുളതിലെ മഹാമാരി സംഹാരത്തെയും ഞാൻ പേടിക്കില്ല. രാത്രിയിലെ ഭയത്തെയും പകലിൽ പറക്കുമസ്ത്രത്തെയും ഇരുളതിലെ മഹാമാരി സംഹാരത്തെയും ഞാൻ പേടിക്കില്ല. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കൈപ്പേറിയ അനുഭവങ്ങൾ. ജീവിതത്തിൽ അനേകം ദുരിതങ്ങളും യാതനകളും വേദനകളുമായി വലയുന്ന മനുഷ്യർ, സമാധാനത്തിന് വേണ്ടി കൊതിക്കുകയും കേഴുകയും ചെയ്യുന്ന മനുഷ്യർ, ആശ്വാസത്തിൻ്റെ കണികയേശാതെ മനസ്സ് നൊന്ത് വിങ്ങിക്കഴിയുന്ന മനുഷ്യർ. എന്നാൽ കരയുന്ന മനുഷ്യന് കണ്ണീർ തോരുന്ന നാളുണ്ട്. കരഞ്ഞ് കലങ്ങിയ കണ്ണുകൾ തോർന്ന് സന്തോഷം കൊണ്ട് വെടിരുന്ന നാളുകളുണ്ട്. സമാധാനത്തിൻ്റെ നാളുകളുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറയും, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ദൈവത്തിന് സ്തോത്രം. ബിറ്റർനെസ്, കയ്പ്, ഇയ്യോബിൻ്റെ ജീവിതമാണ് നാം പഠിച്ചു വരുന്നത്. ഇയ്യോബിൻ്റെ ജീവിതത്തിലെ കയ്പിനെക്കുറിച്ചാണ് നാം ചിന്തിച്ചു വരുന്നത്. ദ ബിറ്റർനെസ് ഓഫ് ഡിസാസ്റ്റേഴ്സ്, ദുരിതങ്ങളുടെയും യാതനകളുടെയും കയ്പ്. ദ ബിറ്റർനെസ് ഓഫ് ഡിസീസസ്, രോഗത്തിൻ്റെ കയ്പ്. ബിറ്റർനെസ് ഓഫ് ഡെസ്പെയർ, നിരാശയുടെ കയ്പ്. ദ ബിറ്റർനെസ് ഓഫ് സെൽഫ് പിറ്റി, സ്വയം സഹതാപത്തിൻ്റെ കയ്പ്. ദ ബിറ്റർനെസ് ഓഫ് ഡിസ്ബിലീഫ്, അവിശ്വാസത്തിൻ്റെ കയ്പ്. ദൈവത്തിന് സ്തോത്രം. ദ ബിറ്റർനെസ് ഓഫ് സെൽഫ് റൈച്ചിയസ്നെസ്, സെൽഫ് ജസ്റ്റിഫിക്കേഷൻ, സ്വയനീതീകരണം. സ്വയനീതീകരണം കയ്പുള്ള അനുഭവമാണ് തരുന്നത്. തന്നെത്താൻ നീതിമാനാണ് തോന്നുക, എനിക്ക് തെറ്റൊന്നും ഇല്ല എന്ന് ചിന്തിക്കുക. അത് കയ്പേറിയ അനുഭവമാണ്. അത് അപകടകരമായൊരു ചിന്താഗതിയാണ്.
ഞാൻ ഓൾ റൈറ്റ് ആണെന്ന് ചിന്തിക്കുക. ശരിയാണ്. ലോകപ്രകാരം നോക്കിയാൽ നാം പ്രാർത്ഥിക്കുന്നവരാണ്, നാം നമസ്കാരം ചൊല്ലുന്നവരാണ്, നാം പള്ളിയിൽ പോകുന്നവരാണ്, ആരാധനകളിൽ പങ്കെടുക്കുന്നവരാണ്, പെരുന്നാളുകളിലെ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നവരാണ്. നാം അറിഞ്ഞ വലിയ തെറ്റായ കാര്യങ്ങളൊന്നും പോകുന്നില്ല. പക്ഷേ ചില ബലഹീനതകളുണ്ട്. അതെല്ലാം ബലഹീനതകൾ മാത്രം. അതെല്ലാം കർത്താവിന് അറിയാമല്ലോ. ടു എയർ ഈസ് ഹ്യൂമൻ ബട്ട് ടു ഫർഗീവ് ഈസ് ഡിവൈൻ. കുറ്റം വരിക എന്നുള്ളത് മനുഷ്യർക്ക്, എന്നാൽ ക്ഷമിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ. ടു എയർ ഈസ് ഹ്യൂമൻ ബട്ട് ടു ഫർഗീവ് ഈസ് ഡിവൈൻ. മനുഷ്യനാണോ കുറ്റമൊക്കെ വരും, പക്ഷേ ദൈവം ക്ഷമിക്കും. ടു എയർ ഈസ് ഹ്യൂമൻ ബട്ട് ടു ഫർഗീവ് ഈസ് ഡിവൈൻ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ സ്വയം നീതീകരിച്ച് പോകുന്നത്, സ്വയം ന്യായീകരിച്ച് പോകുന്നത് സെൽഫ് ജസ്റ്റിഫിക്കേഷൻ, സെൽഫ് റൈച്ചസ്നെസ്, സ്വയം നീതീകരണം. ഇയ്യോബിന് പാപം വന്നു, ഇയ്യോബിന് സ്വയം നീതീകരണം വന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം 16-ാം അധ്യായം 14-ാം വാക്യം മുതൽ. അവൻ എന്നെ ഇടിച്ചിടിച്ച് തകർക്കുന്നു, എന്നെ ഇടിച്ചിടിച്ച് ദൈവം തകർക്കുന്നു. മല്ലനെ പോലെ എൻ്റെ നേരെ പായുന്നു. മല്ലനെ പോലെ എന്നെ കണക്കാക്കി എൻ്റെ നേരെ പായുന്നു. ഞാൻ രട്ട് എൻ്റെ ത്വക്കിന്മേൽ കൂട്ടിത്തുന്നി എൻ്റെ കൊമ്പിനെ പൊടിയിലിട്ടിരിക്കുന്നു. ഞാൻ രട്ടുടുത്ത് എൻ്റെ ത്വക്കിന്മേൽ രട്ട് കൂട്ടി തുന്നിയിരിക്കുന്നു. എൻ്റെ ത്വക്കിലെ തൊലിയെല്ലാം രട്ടിനോട് പറ്റിച്ചേർന്നിരിക്കുന്നു. രട്ട് എൻ്റെ ത്വക്കിന്മേൽ കൂട്ടി തുന്നി എൻ്റെ കൊമ്പിനെ പൊടിയിട്ടിരിക്കുന്നു. കരഞ്ഞ് കരഞ്ഞ് എൻ്റെ മുഖം ചുവന്നിരിക്കുന്നു. കരഞ്ഞ് കരഞ്ഞ് എൻ്റെ മുഖം ചുവന്നിരിക്കുന്നു. എൻ്റെ കണ്ണിന്മേൽ അന്ധതമസ് കിടക്കുന്നു. കണ്ണിന്മേൽ അന്ധതമസ് കിടക്കുന്നു. എങ്കിലും സാഹസം എൻ്റെ കൈകളിലില്ല. അയ്യോ പറയുകയാണ്, എൻ്റെ സാഹസം എൻ്റെ കൈകളിലില്ല. എനിക്കൊരു പാപവും വന്നിട്ടില്ല, സാഹസം എൻ്റെ കൈകളിലില്ല. അയ്യോ പറയുകയാണ്, എനിക്ക് തെറ്റൊന്നും പറ്റിയിട്ടില്ല, ഒരു പാപവും എനിക്ക് വന്നിട്ടില്ല, സാഹസം എൻ്റെ കൈകളിലില്ല. എൻ്റെ പ്രാർത്ഥന നിർമ്മലമത്രേ. എൻ്റെ പ്രാർത്ഥന നിർമ്മലമത്രേ. ഞാൻ നല്ലപോലെ പ്രാർത്ഥിക്കുന്നവനാണ്. നിർമ്മലമായ പ്രാർത്ഥനയാണ്, നിഷ്കളങ്കമായ പ്രാർത്ഥനയാണ്, ഉദ്ദേശശുദ്ധിയോടെയുള്ള പ്രാർത്ഥനയാണ്. വേറെ ലാക്കൊന്നും എനിക്കില്ല. എൻ്റെ പ്രാർത്ഥന നിർമ്മലമത്രേ. അയ്യോ ഭൂമിയെ, എൻ്റെ രക്തം മൂടരുതേ. അയ്യോ ഭൂമിയെ, എൻ്റെ രക്തം മൂടരുതേ. എൻ്റെ നിലവിളിയെങ്ങും തടഞ്ഞു പോകരുതേ. എങ്കും തടഞ്ഞു പോകരുതേ. ഇപ്പോഴും എൻ്റെ സാക്ഷി സ്വർഗത്തിലും എൻ്റെ ജാമ്യക്കാരൻ ഉയരത്തിലും ഇരിക്കുന്നു. ഇപ്പോഴും എൻ്റെ സാക്ഷി സ്വർഗത്തിലുണ്ടെന്ന് ഞാൻ അറിയുന്നു, എൻ്റെ ജാമ്യക്കാരൻ ഉയരത്തിലുണ്ട് എന്ന് ഞാൻ ധരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇയ്യോബ് സ്വയം തന്നെ നീതീകരിച്ച് പറയുകയാണ്. 20-ാം വാക്യം. എൻ്റെ സ്നേഹിതന്മാർ എന്നെ പരിഹസിക്കുന്നു. എൻ്റെ സ്നേഹിതന്മാർ എന്നെ പരിഹസിക്കുന്നു. എൻ്റെ കണ്ണു ദൈവത്തിങ്കിലേക്ക് കണ്ണുനീർ പൊഴിക്കുന്നു. കണ്ണ് ദൈവത്തിങ്കിലേക്ക് കണ്ണുനീർ പൊഴിക്കുന്നു. ദൈവത്തിങ്കിലേക്ക് നോക്കി കണ്ണുനീര് പൊഴിക്കുകയാണ്. ഞാൻ അല്പം പോലും തളരാതെ ഞാൻ പ്രാർത്ഥിക്കുന്നവനാണ്. ഇയ്യോബിന് ന്യായീകരണങ്ങളുണ്ട്, ഇയ്യോബിന് നീതീകരണങ്ങളുണ്ട്. 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇയ്യോബ് പിന്നെയും പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തോട് പരാതി പറയുകയാണ്. 4-ാം വാക്യം വായിക്കാം. ഞാൻ തെറ്റിപ്പോയത് വാസ്തവമെന്ന് വരികിൽ എൻ്റെ തെറ്റ് എനിക്ക് തന്നെ അറിയാം. തെറ്റൊന്നും പറ്റിയിട്ടില്ല. ഞാൻ തെറ്റിപ്പോയത് വാസ്തവമാണെങ്കിൽ എൻ്റെ തെറ്റ് എനിക്ക് തന്നെ അറിയാം. എനിക്ക് തെറ്റൊന്നും വന്നിട്ടില്ല, അതെനിക്കറിയാം. എൻ്റെ തെറ്റ് എനിക്ക് തന്നെ അറിയാം. നിങ്ങൾ സാക്ഷാൽ എനിക്ക് വിരോധമായി വലിപ്പം ഭാവിച്ച് എൻ്റെ അപമാനത്തെക്കുറിച്ച് എന്നെ ആക്ഷേപിക്കുന്നുവെങ്കിൽ ദൈവം എന്നെ മറിച്ചു കളഞ്ഞ്. ദൈവം എന്നെ മറിച്ചു കളഞ്ഞതാണ്. എനിക്ക് തെറ്റൊന്നുമില്ല. ദൈവം എന്നെ മറിച്ചു കളഞ്ഞു. തൻ്റെ വലയിൽ എന്നെ കുടുക്കിയിരിക്കുന്നുവെന്ന് അറിവീൻ. ദൈവം തൻ്റെ വലയിൽ എന്നെ കുടുക്കിയിരിക്കുന്നെന്ന് അറിവീൻ. അയ്യോ ബലാത്കാരമെന്ന് ഞാൻ നിലവിളിക്കുന്നു, കേൾപ്പോരില്ല. ആരുമില്ല. രക്ഷയ്ക്കായി ഞാൻ മുറയിടുന്നു, ന്യായം കിട്ടുന്നതുമില്ല. രക്ഷയ്ക്ക് വേണ്ടി ഞാൻ മുറയിടുന്നു, പക്ഷെ എനിക്ക് ന്യായം കിട്ടുന്നില്ല. എനിക്ക് കടന്നുകൂടാതെ വണ്ണം അവൻ എൻ്റെ വഴി കെട്ടിയടച്ചു. പറ്റാത്ത വിധത്തിൽ അവൻ എൻ്റെ വഴി കെട്ടിയടച്ചു. എൻ്റെ പാതകൾ ഇരുട്ടാക്കിയിരിക്കുന്നു. പാതകൾ ഇരുട്ടാക്കിയിരിക്കുന്നു. എൻ്റെ തേജസ് അവൻ എൻ്റെ മേൽ നിന്ന് ഊരിയെടുത്തു. എൻ്റെ തേജസ് ദൈവം എൻ്റെ മേൽ നിന്ന് ഊരിയെടുത്തു. എൻ്റെ തലയിലെ കിരീടം നീക്കിക്കളഞ്ഞു. എൻ്റെ തലയിലെ കിരീടം നീക്കിക്കളഞ്ഞു. അവൻ എന്നെ ചുറ്റും ക്ഷയിപ്പിച്ചു. അവൻ എന്നെ ചുറ്റും ക്ഷയിപ്പിച്ചു. എൻ്റെ കഥ കഴിഞ്ഞു. എൻ്റെ കഥ കഴിഞ്ഞു. ഒരു വൃക്ഷത്തെ പോലെ എൻ്റെ പ്രത്യാശയെ പറിച്ചു കളഞ്ഞിരിക്കുന്നു. എന്നെ ഉപദ്രവിച്ചിരിക്കുന്നു. എൻ്റെ പ്രത്യാശയെല്ലാം പറിച്ചു കളഞ്ഞിരിക്കുന്നു. വൃക്ഷത്തെ പറിച്ചു കളയുന്നത് പോലെ എൻ്റെ പ്രത്യാശ പറിച്ചു കളഞ്ഞിരിക്കുന്നു. 13-ാം വാക്യം മുതൽ. അവർ എൻ്റെ സഹോദരന്മാരെ എന്നോട് അകറ്റിക്കളഞ്ഞു. സഹോദരന്മാരെല്ലാം എന്നോട് അകന്നു പോയിരിക്കുന്നു. എൻ്റെ പരിചയക്കാർ എനിക്ക് അന്യരായി തീർന്നു. പരിചയക്കാരൊക്കെ അന്യരെ പോലെ മാറി നിൽക്കുന്നു. എൻ്റെ ബന്ധുജനം ഒഴിഞ്ഞുമാറി. എൻ്റെ ഈ കഷ്ടപ്പാട് വന്നപ്പോൾ ബന്ധുജനമെല്ലാം ഒഴിഞ്ഞു മാറി. എൻ്റെ ഉറ്റ സ്നേഹിതന്മാർ എന്നെ മറന്നുകളഞ്ഞു. ഉറ്റ സ്നേഹിതന്മാരെന്നെ മറന്നു കളഞ്ഞു. എൻ്റെ വീട്ടിൽ പാർക്കുന്നവരും എൻ്റെ ദാസികളും എന്നെ അന്യനായി എണ്ണുന്നു. എൻ്റെ വീട്ടിൽ പാർക്കുന്നവരും എൻ്റെ വേലക്കാരും എന്നെ അന്യനെ പോലെ കണക്കാക്കുന്നു. ഞാൻ അവർക്ക് പരദേശിയായി തോന്നുന്നു. ഏതോ ഒരു വിദേശത്ത് നിന്ന് വന്നവനെ പോലെ അവർ എന്നെ കണക്കാക്കുന്നു. ഞാൻ എൻ്റെ ദാസനെ വിളിച്ചു, അവൻ വിളി കേൾക്കുന്നില്ല. എൻ്റെ വേലക്കാരനെ വിളിച്ചു നോക്കി, പക്ഷെ അവൻ വിളി കേൾക്കുന്നില്ല.
എൻ്റെ വായ് കൊണ്ട് ഞാൻ അവനോട് യാചിക്കേണ്ടി വരുന്നു. എൻ്റെ വായ് കൊണ്ട് ഞാൻ അവനോട് യാചിക്കേണ്ടി വരുന്നു. എൻ്റെ ശ്വാസം എൻ്റെ ഭാര്യയ്ക്ക് അസഹ്യവും. എൻ്റെ ശ്വാസം എൻ്റെ ഭാര്യയ്ക്ക് അസഹ്യം, കാരണം എൻ്റെ ശരീരത്തിൽ ആസഹ്യം വരണം പഴുത്ത് പൊട്ടി ചോരയും ചലവും ഒലിക്കുന്നു. അത് ദുസ്സഹമായ ദുർഗന്ധമുള്ളതാണ്. എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ ശ്വാസം അസഹ്യമായി തീർന്നിരിക്കുന്നു. എൻ്റെ യാചന എൻ്റെ ഉടപ്പിറന്നവർക്ക് അറപ്പുമായിരിക്കുന്നു. എൻ്റെ യാചന, എൻ്റെ പ്രാർത്ഥന, എൻ്റെ അപേക്ഷ എൻ്റെ കൂടെ പിറന്നവർക്ക് അവർക്ക് അറപ്പ് പോലെയായി തീർന്നിരിക്കുന്നു. പിള്ളേരും എന്നെ നിരസിക്കുന്നു. അതുപോലെ എന്നെ നിരസിക്കുന്നതിന് അടുത്തേക്ക് വരുന്നില്ല. ഞാൻ എഴുന്നേറ്റാൽ അവർ എന്നെ കളിയാക്കുന്നു. എന്നെ കളിയാക്കുന്നു. എൻ്റെ പ്രാണസ്നേഹിതന്മാരൊക്കെയും എന്നെ വെറുക്കുന്നു. പ്രാണസ്നേഹിതന്മാരൊക്കെ എന്നെ വെറുക്കുന്നു. എനിക്ക് പ്രിയരായവർ വിരോധികളായി തീർന്നു. എനിക്ക് സ്നേഹിതരായവരെല്ലാം ഇപ്പോൾ എൻ്റെ വിരോധികളായി തീർന്നിരിക്കുന്നു. എൻ്റെ അസ്ഥി തൊക്കിനോടും മാംസത്തോടും പറ്റിയിരിക്കുന്നു. അസ്ഥി തൊക്കിനോടും മാംസത്തോടും പറ്റിയിരിക്കുന്നു. പല്ലിൻ്റെ മോണയോട് ഞാൻ ശേഷിച്ചിരിക്കുന്നു. പല്ലിൻ്റെ മോണയോടെ ഞാൻ ശേഷിച്ചിരിക്കുന്നു. ഇയ്യോബ് സങ്കടം പറയുകയാണ്. ഇയ്യോബ് അവകാശം പറയുകയാണ്. ഇയ്യോബ് ന്യായം പറയുകയാണ്. ഇയ്യോബ് സ്വയം സഹതാപത്തോടെ ന്യായം പറഞ്ഞുകൊണ്ട് വാദിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം 21-ാം അധ്യായത്തിൽ ഇയ്യോബ് പറയുന്നത് 19-ാം വാക്യം വായിക്കാം. ദൈവം അവൻ്റെ അകൃത്യം അവൻ്റെ മക്കൾക്കായി സംഗ്രഹിച്ചു വെക്കുന്നു. ദൈവം മക്കൾക്കായി അകൃത്യം സംഗ്രഹിച്ചു വെക്കുന്നു. അവനത് അനുഭവിക്കേണ്ടതിന് അവന് തന്നെ പകരം കൊടുക്കട്ടെ. മനുഷ്യന് പകരം കൊടുക്കും. ദൈവം എന്നെ ഉപദ്രവിച്ചിരിക്കുന്നു. ഇയ്യോബ് ന്യായം പറയുകയാണ്. വീണ്ടും നമുക്ക് വായിക്കാം 31-ാം അധ്യായം 1-ാം വാക്യം. ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു. ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു. പിന്നെ ഞാൻ ഒരു കന്യകയെ നോക്കുന്നത് എങ്ങനെ ഒരു കന്യകയെ നോക്കും? ഇയ്യോബ് ന്യായം പറയുകയാണ്. ഞാൻ എൻ്റെ കണ്ണുമായി നിയമം ചെയ്തവനാണ്. എനിക്ക് ചില വ്യവസ്ഥാപിതമായ ചില ചിന്താഗതികളുണ്ട്. തെറ്റിലേക്ക് പോവുകയില്ല, എനിക്ക് ചിന്താഗതിയുണ്ട്. എൻ്റെ നോട്ടത്തിൽ പോലും തെറ്റുപറ്റുകയില്ല, നോട്ടത്തിൽ അശുദ്ധി സംഭവിക്കുകയില്ല. എൻ്റെ കണ്ണുമായി ഞാൻ നിയമം ചെയ്തു. പിന്നെ ഞാനൊരു കന്യകയെ നോക്കുന്നത് എങ്ങനെ? എന്നാൽ മേലിൽ നിന്ന് ദൈവം നൽകുന്ന ഓഹരിയും ഉയരത്തിൽ നിന്ന് സർവശക്തൻ തരുന്ന അവകാശവും എന്ത്? എനിക്ക് ദൈവം എന്താണ് അവകാശം തന്നത്? ഞാൻ ഇങ്ങനെയെല്ലാം വിശുദ്ധി പാലിച്ചിട്ടും എനിക്ക് ദൈവം കരുണ കാണിച്ചില്ലല്ലോ, എന്നോട് ദൈവം കനിവ് കാണിച്ചില്ലല്ലോ, എനിക്ക് ദോഷമാണല്ലോ സംഭവിച്ചത്. ഇയ്യോബ് ദുഃഖത്തോടെ പറയുകയാണ്. വായിക്കാം, വീണ്ടും വായിക്കാം. നീതി കെട്ടവനെ അപായവും ദുഷ്പ്രവർത്തിക്കാർക്ക് വിപത്തുമല്ലയോ? നീതി കെട്ടവന് അപായവും ദുഷ്പ്രവർത്തിക്കാർക്ക് വിപത്തുമല്ലയോ? എൻ്റെ വഴികളെ അവൻ കാണുന്നില്ലയോ? അങ്ങനെയല്ലേ സാധാരണ വേണ്ടത്? നീതി കെട്ടവർക്ക് അപായം വരണം, ദുഷ്പ്രവർത്തിക്കാർക്ക് അപായം സംഭവിക്കണം. എനിക്ക് അങ്ങനെയല്ല വന്നത്. ഞാൻ നീതിമാനായിരുന്നിട്ടും എനിക്ക് നഷ്ടം വന്നിരിക്കുന്നു, എനിക്ക് കഷ്ടം വന്നിരിക്കുന്നു. ഇയ്യോബ് സ്വയം നീതീകരിക്കുകയാണ്. എൻ്റെ കാലടികളെ ഒക്കെയും എണ്ണുന്നില്ലയോ? ഞാൻ കപടത്തിൽ നടന്നുവെങ്കിൽ ഇതുവരെയും കാപട്യത്തിൽ നടന്നിട്ടില്ല. എൻ്റെ കാല് വഞ്ചനയ്ക്ക് ഓടിയെങ്കിൽ എൻ്റെ കാൽ വഞ്ചനയ്ക്ക് ഓടിയിട്ടില്ല. ദൈവം എൻ്റെ പരമാർത്ഥത അറിയേണ്ടതിന് ഒത്ത ത്രാസിലെന്നെ തൂക്കി നോക്കുമാറാകട്ടെ. അറിയാമല്ലോ, ദൈവം തൂക്കി നോക്കിക്കൊള്ളട്ടെ. എനിക്ക് പരമാർത്ഥതയുണ്ട്, എനിക്ക് പാപമൊന്നും വന്നിട്ടില്ല. എൻ്റെ കാലടി വഴിവിട്ട് മാറിയെങ്കിൽ എൻ്റെ കാലടി വഴിവിട്ട് മാറിയിട്ടില്ല. എൻ്റെ ഹൃദയം എൻ്റെ കണ്ണിന് പിന്തുടർന്നുവെങ്കിൽ ഹൃദയത്തിലെ ചിന്ത പോലെ എൻ്റെ കണ്ണ് അതിലേക്ക് നോക്കി മോഹിച്ചിട്ടില്ല. വല്ല കറയും എൻ്റെ കൈക്ക് പറ്റിയെങ്കിൽ എൻ്റെ കൈക്ക് കറയൊന്നും പറ്റിയിട്ടില്ല. ഞാൻ വിതച്ചത് മറ്റൊരുത്തൻ തിന്നട്ടെ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ ഞാൻ വിതച്ചത് മറ്റൊരു തിന്നുകൊള്ളട്ടെ. ഇപ്പോൾ എൻ്റെ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. എന്താണ് എനിക്കിങ്ങനെ വന്നത്? ഇയ്യോബ് സ്വയം നീതീകരിക്കുകയാണ്. വീണ്ടും വായിക്കാം. എൻ്റെ ഹൃദയം ഒരു സ്ത്രീയിങ്കൽ ഭ്രമിച്ചു പോയെങ്കിൽ എൻ്റെ ഹൃദയം ഒരു സ്ത്രീയിങ്കൽ ഭ്രമിച്ചു പോയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ സംഭവിച്ചിട്ടില്ല. കൂട്ടുകാരൻ്റെ വാതിക്കൽ ഞാൻ പതിയിരുന്നുവെങ്കിൽ കൂട്ടുകാരൻ്റെ വാതിക്കൽ അവൻ്റെ ഭാര്യയെ നോക്കിക്കൊണ്ട് ഞാൻ പതിയിരുന്നിട്ടില്ല. എൻ്റെ ഭാര്യ മറ്റൊരുത്തനെ മാവ് പൊടിക്കട്ടെ. എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എൻ്റെ ഭാര്യ മറ്റൊരുത്തൻ്റെ വേലക്കാരിയായി തീരട്ടെ. അന്യർ അവളുടെ മേൽ കുനിയട്ടെ, അത് മഹാപാതകമല്ലോ. ന്യായാധിപന്മാർ ശിക്ഷിക്കേണ്ടുന്ന കുറ്റമത്രേ. 13-ാം വാക്യം. എൻ്റെ ദാസനോ ദാസിയോ എന്നോട് വാദിച്ചിട്ട് ഞാൻ അവരുടെ ന്യായം തള്ളിക്കളഞ്ഞെങ്കിൽ എൻ്റെ ദാസനോ ദാസിയോ ഒരു കാര്യം പറഞ്ഞിട്ട് അവരുടെ കാര്യം ഞാൻ തള്ളിക്കളഞ്ഞിട്ടില്ല. ദൈവം എഴുന്നേൽക്കുമ്പോൾ ഞാൻ എന്തു ചെയ്യും? അവൻ സന്ദർശിക്കുമ്പോൾ ഞാൻ എന്ത് ഉത്തരം പറയും? ഗർഭത്തിൽ എന്നെ ഉരുവാക്കിയവനല്ലയോ അവനെയും ഉരുവാക്കിയത്? ഉദരത്തിൽ ഞങ്ങളെ നിർമ്മിച്ചത് ഒരുത്തനല്ലയോ? ദരിദ്രന്മാരുടെ ആഗ്രഹം ഞാൻ മുടക്കിയെങ്കിൽ ദരിദ്രന്മാരുടെ ആഗ്രഹം ഞാൻ മുടക്കിയിട്ടില്ല. വിധവയുടെ കണ്ണ് ഞാൻ ക്ഷീണിപ്പിച്ചെങ്കിൽ വിധവയുടെ കണ്ണ് ഞാൻ ക്ഷീണിപ്പിച്ചിട്ടില്ല. അനാഥന് അംശം കൊടുക്കാതെ ഞാൻ തനിച്ച അവൻ്റെ ആഹാരം കഴിച്ചെങ്കിൽ അനാഥന് കൊടുക്കാതെ ഞാൻ തനിച്ച ആഹാരം കഴിച്ചിട്ടില്ല. ബാല്യം മുതൽ ഞാൻ അപ്പനെന്ന പോലെ അവനെ വളർത്തുകയും അനാഥനെ ഞാൻ ബാല്യം മുതൽ എൻ്റെ സ്വന്തം അപ്പനെ പോലെ ഞാൻ വളർത്തിയിട്ടേ ഉള്ളൂ. ജനിച്ചത് മുതൽ അവളെ
പരിപാലിക്കുകയും ചെയ്തുവല്ലോ. അനാഥയായവളെ ജനിച്ച അന്നു മുതലേ ഞാൻ പരിപാലിച്ചിട്ടുണ്ടല്ലോ. ഒരുത്തൻ വസ്ത്രമില്ലാതെ നശിച്ചു പോകുന്നതോ തൻ വസ്ത്രമില്ലാതെ നശിച്ചു പോകുവാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. ദരിദ്രൻ പുതപ്പില്ലാതെ ഇരിക്കുന്നതോ ഞാൻ കണ്ടിട്ട് ദരിദ്രൻ പുതപ്പില്ലാതിരിക്കുന്നത് കണ്ടിട്ട് ഞാൻ നോക്കാതെ പോയിട്ടില്ല. ദരിദ്രന് ഞാൻ പുതപ്പ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ അര എന്നെ അനുഗ്രഹിച്ചില്ലെങ്കിൽ ആരായനെ അനുഗ്രഹിക്കാൻ ഇടവരുത്തിയിട്ടുണ്ട്. എൻ്റെ ആടുകളുടെ രോമം കൊണ്ട് അവന് കുളിർ മാറിയില്ലെങ്കിൽ കുട്ടികളുടെ രോമം കൊണ്ട് കമ്പിളി പുതപ്പ് ഞാൻ കൊടുത്ത് അവൻ്റെ കുളിർ ഞാൻ മാറ്റിയിട്ടേ ഉള്ളൂ. ഞാൻ അല്ലാതെ അവന് ദോഷം സംഭവിക്കാൻ ഇടവരുത്തിയിട്ടില്ല. പട്ടണവാതിക്കൽ എനിക്ക് സഹായം കണ്ടിട്ട് ഞാൻ അനാഥന്റെ നേരെ കൈ ഓങ്ങിയെങ്കിൽ എനിക്ക് സഹായികൾ ധാരാളം ഉണ്ട് എന്ന് പറഞ്ഞ് അനാഥൻ്റെ നേരെ ഞാൻ കൈ ഓങ്ങിയിട്ടില്ല. എൻ്റെ ഭുജം തോൾ പലകയിൽ നിന്ന് വീഴട്ടെ, എൻ്റെ കൈയുടെ ഏപ്പ് വിട്ടുപോകട്ടെ. ദൈവം അയച്ച വിപത്ത് എനിക്ക് ഭയങ്കരമായിരുന്നു. അവൻ്റെ ഔന്നത്യ നിമിത്തം എനിക്ക് ആവതില്ലാതെയായി. ദൈവത്തിന് സ്തോത്രം. 26-ാം വാക്യം. സൂര്യൻ പ്രകാശിക്കുന്നതോ ചന്ദ്രൻ ശോഭയോടെ ഗമിക്കുന്നതോ കണ്ടിട്ട് എൻ്റെ ഹൃദയം ഗൂഢമായി വശീകരിക്കപ്പെടുകയും ദൈവത്തിന് സ്തോത്രം. സൂര്യൻ പ്രകാശിക്കുന്നത്, ചന്ദ്രൻ ശോഭയോടെ ഉദിക്കുന്നത്, ഇതൊന്നും കണ്ട് എൻ്റെ കണ്ണ് വശീകരിക്കപ്പെട്ടിട്ടില്ല. പ്രകൃതിയിലെ മോഹന ദൃശ്യങ്ങളിലേക്ക് എൻ്റെ മനസ്സ് ആകർഷിക്കപ്പെട്ടിട്ടില്ല. പാപത്തിലേക്ക് ഞാൻ വശീകരിക്കപ്പെട്ടിട്ടില്ല. വീണ്ടും 29-ാം വാക്യം. എൻ്റെ വൈരിയുടെ നാശത്തിങ്കൽ ഞാൻ സന്തോഷിക്കുകയോ എൻ്റെ ശത്രുക്കളുടെ നാശത്തിൽ ഞാൻ സന്തോഷിച്ചിട്ടില്ല. അവൻ്റെ അനർത്ഥത്തിങ്കൽ ഞാൻ നിഗളിക്കുകയോ ചെയ്തുവെങ്കിൽ അനർത്ഥം വന്നപ്പോൾ ഞാനതിൽ സന്തോഷിക്കുകയോ അഹങ്കരിക്കുകയോ ചെയ്തിട്ടില്ല. അവൻ്റെ പ്രാണനാശം ഇച്ഛിച്ച് ഞാൻ ശാപം ചൊല്ലി പാപം ചെയ്യുവാൻ എൻ്റെ വായെ ഒരിക്കലും സമ്മതിച്ചിട്ടില്ല. എൻ്റെ വൈരിയുടെ പ്രാണനാശം ഇച്ഛിച്ച് ഞാൻ ശാപം ചൊല്ലി പാപം ചെയ്യുവാൻ എൻ്റെ വായ ഒരിക്കലും സമ്മതിച്ചിട്ടില്ല. ഞാൻ ശപിച്ചിട്ടില്ല. എന്നെ ദ്രോഹിച്ചവർ, എന്നെ ഉപദ്രവിച്ചവർ, എൻ്റെ ശത്രുക്കൾ, അവർക്ക് ദോഷം വരുവാൻ ഞാൻ ആഗ്രഹിച്ചില്ല. ഞാൻ അവരെ ശപിച്ചിട്ടില്ല. അവൻ്റെ മേശയ്ക്കൽ മാംസം തിന്ന് തൃപ്തി വരാത്തവർ ആര് എന്നിങ്ങനെ എൻ്റെ കൂടാരത്തിലെ ആളുകൾ പറഞ്ഞില്ലെങ്കിൽ പരദേശി തെരുവീതിയിൽ രാപാർക്കേണ്ടി വന്നിട്ടില്ല. എൻ്റെ മേശയെങ്കിൽ അനേകർക്ക് തൃപ്തി വരുത്തിയിട്ടുണ്ട്, അനേകർ ഞാൻ ആഹാരം കൊടുത്തിട്ടുണ്ട്. വീണ്ടും വായിക്കാം. പരദേശി തെരുവീതിയിൽ രാപാർക്കേണ്ടി വന്നിട്ടില്ല. വഴിപോക്കനെ ഞാൻ എൻ്റെ വാതിൽ തുറന്നു കൊടുത്തു. പരദേശിയെ ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാവരെയും ഞാൻ അതിഥികളായി കണ്ട് സൽക്കരിച്ചിട്ടുണ്ട്. പരദേശി തെരുവീതിയിൽ രാപാർക്കേണ്ടി വന്നിട്ടില്ല. വഴിപോക്കനെ ഞാൻ എൻ്റെ വാതിൽ തുറന്നു കൊടുത്തു. ഞാൻ ആദാമിനെ പോലെ എൻ്റെ ലംഘനം മൂടി എൻ്റെ അകൃത്യം മാർവിടത്ത് മറച്ചു വെച്ചെങ്കിൽ അവനെപ്പോലെ ലംഘനം മൂടി ഞാൻ വെച്ചിട്ടില്ല. എൻ്റെ അകൃത്യം ഞാൻ മറച്ചു വെച്ചിട്ടില്ല. ഞാൻ എല്ലാം നിർദോഷിയായി നിഷ്കളങ്കനായി ഞാൻ ജീവിച്ചിട്ടേ ഉള്ളൂ. ഇയ്യോബ് സ്വയം നീതീകരിച്ച് സംസാരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇയ്യോബ് തുടർന്ന് പറയുന്നതെല്ലാം എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചില്ല എന്നാണ്. 38-ാം വാക്യം വായിക്കാം. എൻ്റെ നിലം എൻ്റെ നേരെ നിലവിളിക്കുകയോ അതിൻ്റെ ഉഴച്ചാലുകൾ ഒന്നിച്ച് കരകയോ ചെയ്തുവെങ്കിൽ വില കൊടുക്കാതെ ഞാൻ അതിൻ്റെ വിളവ് തിന്നുകയോ അതിൻ്റെ ഉടമക്കാരുടെ പ്രാണൻ പോകുവാൻ സംഗതിയാക്കുകയോ ചെയ്തുവെങ്കിൽ കോതമ്പിന് പകരം കാരമുള്ളും യവത്തിനു പകരം കളയും മുളച്ചു വളരട്ടെ. യോബ് പറയുകയാണ്, അവകാശത്തോടെ പറയുകയാണ്, സ്വയം നീതീകരണത്തോടെ പറയുകയാണ്. എൻ്റെ നിലം എൻ്റെ നേരെ നിലവിളിക്കാൻ ഇടവരുത്തിയിട്ടില്ല. നിലത്ത് അന്യായവും നടന്നിട്ടില്ല. അന്യായം ഞാൻ ഉഴുതിട്ടില്ല. അനീതി ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ നേരെ നിലവിളിക്കാൻ ഇടവരുത്തിയിട്ടില്ല. അതിൻ്റെ ഉഴച്ചാലുകൾ ഒന്നിച്ച് കരയുവാൻ ഞാൻ ഇടവരുത്തിയിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ തെറ്റൊന്നും സംഭവിച്ചിട്ടില്ല. എൻ്റെ കൃഷിയിടങ്ങളിൽ ഒരിടത്തും അനീതിയോ അന്യായമോ ചെയ്യുവാൻ എനിക്കിട വന്നിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. വില കൊടുക്കാതെ ഞാൻ എൻ്റെ വിളവ് തിന്നുപോയിട്ടില്ല. വില കൊടുക്കാതെ ഒന്നും ഞാൻ സ്വന്തമാക്കിയിട്ടില്ല. എല്ലാം ഞാൻ നീതി ന്യായവുമായി മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. യോബ് പറയുകയാണ്, യോബ് സ്വയം നീതീകരിക്കുകയാണ്. ഏറ്റവും വലിയ അബദ്ധമാണത്. ഏറ്റവും വലിയ തെറ്റാണ് യോബിന് സംഭവിച്ചത്. സ്വയം നീതീകരണം, സെൽഫ് ജസ്റ്റിഫിക്കേഷൻ, സെൽഫ് റൈറ്റ്യസ്നെസ്. എന്താണ് സെൽഫ് റൈറ്റ്യസ്നെസ് വന്നു, സ്വയം നീതീകരണം വന്നു. യോബിൻ്റെ കയ്പതാണ്. യോബിൻ്റെ ജീവിതത്തെ കയ്പുരുതാക്കിയത് അതാണ്, സ്വന്തമായ നീതീകരണം. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് അറിയാമോ? സ്വയം നീതീകരിക്കാതെ എളിമപ്പെടാൻ സാധിക്കുക. എനിക്ക് ന്യായം പറയാനൊന്നുമില്ല കർത്താവേ, എനിക്ക് ഒരിടത്തും എനിക്ക് നീതിമാനാണെന്ന് പറയാൻ വകയില്ല. ഞാൻ പാപി, ഞാൻ ഏറ്റവും മഹാപാപി. ദൈവത്തിന് സ്തോത്രം. പരീശൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമ നമ്മുടെ കർത്താവ് പറയുന്നത് ലൂക്കോസിന് സുവിശേഷം 18-ാം അധ്യായത്തിൽ കാണാം. 18-ാം അധ്യായം 9-ാം വാക്യം മുതലേ വായിക്കാം. തങ്ങൾ നീതിമാന്മാരെന്നുറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെക്കുറിച്ച് അവൻ ഒരു ഉപമ പറഞ്ഞു തന്നാൽ, 2 മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദൈവാലയത്തിൽ പോയി. 2 മനുഷ്യര് പ്രാർത്ഥിപ്പാൻ ദൈവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട്
തന്നോട് തന്നെ ദൈവമേ പിടിച്ചു പറിക്കാർ, ദൈവമേ പിടിച്ചു പറിക്കാർ, നീതി കെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായകയാൽ നിന്നെ വാഴ്ത്തുന്നു. ഈ ചുങ്കക്കാരനെ പോലെയോ അല്ലായകയാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അവൻ പറഞ്ഞത് ശരിയാണ്. അവൻ വ്യഭിചാരം ചെയ്തിട്ടില്ല, അവൻ പിടിച്ചു പറിക്കാൻ പോയിട്ടില്ല, അവൻ നീതി കെട്ടവരെ പോലെ ജീവിച്ചിട്ടില്ല, നീതിമാനായിട്ടേ ജീവിച്ചിട്ടുള്ളൂ. ഈ ചുങ്കക്കാരനെ പോലെ അന്യായമായി സമ്പാദിച്ചിട്ടില്ല, ദ്രവ്യാഗ്രഹിയായി ജീവിച്ചിട്ടില്ല. ദൈവമേ, അവൻ ദൈവത്തെ വിളിക്കുകയാണ്. അവൻ സ്വയം നീതീകരിച്ചുകൊണ്ടാണ് വിളിക്കുന്നത്. ദൈവമേ, തന്നെ നീതീകരിച്ചുകൊണ്ട് പറയുകയാണ്, ദൈവമേ പിടിച്ചു പറിക്കാർ, വ്യഭിചാരികൾ, നീതി കെട്ടവർ മുതലായ ശേഷം മനുഷ്യരെ പോലെ ഞാൻ അല്ലല്ലോ, ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയും അല്ലല്ലോ, ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നുണ്ട്. നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു, ലഭിക്കുന്നതിലൊക്കെയും ഞാൻ ദൈവത്തിന് ഒരംശം കൊടുക്കുന്നു, ലഭിക്കുന്നതിലൊക്കെയും പതാരം കൊടുക്കുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം. അവൻ പറഞ്ഞത് ശരിയാണ്. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നുണ്ട്, ഇല്ലാത്തതല്ല അവൻ പറഞ്ഞത്. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുക്കുന്നു. അവൻ നീതി കെട്ടവനല്ല, അവൻ വ്യഭിചാരിയല്ല, അവൻ പിടിച്ചുപറിക്കാരനല്ല, അവൻ ന്യായമായി ജീവിക്കുന്നവനാണ്, അവൻ പ്രാർത്ഥിക്കുന്നവനാണ്. അവൻ്റെ പ്രാർത്ഥനയിൽ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്ന സ്തുതിയും സ്തോത്രവും എല്ലാം ഉണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവന് നീതീകരണം കിട്ടിയില്ല. അവൻ പറഞ്ഞതെല്ലാം സത്യമാണെങ്കിലും അവൻ സ്വയം നീതീകരിച്ചാണ് സംസാരിക്കുന്നത്. അവൻ്റെ കുറ്റമൊന്നും പറയാനില്ല, അവൻ്റെ പാപമൊന്നും ഏറ്റു പറയാനില്ല. അവന് സ്വയം നീതിമാനായിട്ട് തോന്നുകയാണ്. ഇന്ന് അനേകം ആളുകൾ ഇതുപോലെ പരീശന്മാരായി കഴിയുന്നു, പരീശ മനോഭാവത്തോടെ കഴിയുന്നു. ഞാൻ നീതിമാനം ധരിച്ച് കഴിയുന്നു. ചില പ്രാർത്ഥനകളുണ്ട്, പ്രാർത്ഥനകൾ ചൊല്ലി തീർക്കുന്നുണ്ട്, എല്ലാം മുറയ്ക്ക് ചൊല്ലുന്നുണ്ട്, കൗമാകളെല്ലാം തീർക്കുന്നുണ്ട്, എല്ലാ പ്രമിയോരുകളും സദറാകളും എല്ലാം പൂർത്തീകരിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. കുക്കുലിയോൻ എല്ലാം വായിച്ചും പ്രാർത്ഥിച്ചും പാടിയും തീർക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കോലോകളെല്ലാം വായിച്ച് തീർക്കുന്നുണ്ട്, എല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്, സമയമെടുത്ത് തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്, ദീർഘനേരം പ്രാർത്ഥിക്കുന്നുണ്ട്, കുമ്പിട്ട് നമസ്കരിക്കുന്നുണ്ട്, നമസ്കാരങ്ങൾ മുറയ്ക്ക് നടക്കുന്നുണ്ട്, ആരാധനകൾ മുറയ്ക്ക് നടക്കുന്നുണ്ട്, വാക്കിലുണ്ട്, വാക്ക് ജൽപ്പനം ചെയ്യുന്നുണ്ട്, ചുണ്ടുകൾ ചലിക്കുന്നുണ്ട്, ആരാധനയുണ്ട്. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ഹൃദയം അതിനകത്തില്ല. കാരുണ്യമെന്ന് കാരുണ്യം മറന്നുപോയി, സ്നേഹം മറന്നുപോയി. ദൈവത്തിന് സ്തോത്രം. ന്യായമായത് മറന്നുപോയി, ന്യായവും ദൈവസ്നേഹവും വിട്ടുകളഞ്ഞു. തുളസി, ചതവുപ്പ, ജീരകം എന്നിവയിൽ പതാരം കൊടുക്കുന്നു, ന്യായവും ദൈവസ്നേഹവും വിട്ടുകളയുന്നു എന്ന് കർത്താവ് പരീശന്മാരെ നോക്കി പറഞ്ഞു. നിങ്ങൾ തുളസി, ചതവുപ്പ, ജീരകം എന്നിവയിൽ പതാരം കൊടുക്കുന്നു, എന്നാൽ ന്യായവും ദൈവസ്നേഹവും നിങ്ങൾ വിട്ടുകളയുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ചുങ്കക്കാരൻ എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചു. ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. അവന് നീതീകരണം കിട്ടി, അവൻ്റെ പാപം ക്ഷമിച്ചു കൊടുത്തു. അവന് ന്യായമൊന്നും പറയാനില്ല, അവന് അവകാശമൊന്നും പറയാനില്ല, സെൽഫ് റൈറ്റ്യസ്നെസ് ഇല്ല, സെൽഫ് ജസ്റ്റിഫിക്കേഷൻ ഇല്ല, അവൻ ന്യായം ഒന്നും പറയുന്നില്ല. സ്വയം നീതീകരണം മാത്രമാണ് ആ പരീശനുള്ളത്. ദൈവത്തിന് സ്തോത്രം. സ്വയം നീതീകരണം. എന്നാൽ ഈ ചുങ്കക്കാരന് ന്യായം ഒന്നും പറയാനില്ല, അവൻ സ്വയം നീതീകരിക്കുന്നില്ല. ഞാൻ പാപിയാണ്, ദൈവമേ പാപിയായ എന്നോട് കരുണ തോന്നണമേ. അവനാകെ പാപം ഏറ്റുപറയുക മാത്രം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങൾ ദയവായി ചിന്തിക്കൂ, നിങ്ങളുടെ മനോഭാവം എങ്ങനെയാണ്? ഇന്ന് അനേകം വിശ്വാസികൾ, അനേകം ക്രിസ്ത്യാനികൾ ചില ചടങ്ങുകളിൽ തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. ചിലതെല്ലാം ഞാൻ ആചരിച്ചല്ലോ, ചില ചടങ്ങുകൾ ആചരിച്ചല്ലോ, ചില അനുഷ്ഠാനങ്ങളുണ്ടല്ലോ, ചില കർമ്മ പരിപാടികളുണ്ടല്ലോ, അതിലെല്ലാം തൃപ്തിപ്പെട്ടിരിക്കുകയാണ് എൻ്റെ സ്നേഹിതരെ. എന്നാൽ ഇന്ന് കരുണയുള്ള കർത്താവ് ഇയ്യോബിൻ്റെ ജീവിതപാഠം വെച്ചുകൊണ്ട് പറഞ്ഞു തരികയാണ്. ഇയ്യോബിന് പറ്റിയ ഒരു വലിയ അപകടം സെൽഫ് റൈറ്റ്യസ്നെസ് ആയിരുന്നു, സ്വയം നീതീകരണമായിരുന്നു. ഇയ്യോബ് പറഞ്ഞതെല്ലാം ശരിയാണെങ്കിലും അവന് സ്വന്തം പാപം ഏറ്റുപറയാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്കെന്ത് പാപമുണ്ട് എന്ന് ഏറ്റുപറയാനുണ്ടായിരുന്നില്ല. എത്ര നീതിമാനായാലും ആഴങ്ങളിലേക്ക് നോക്കുമ്പോൾ പാപമേ ഉള്ളൂ. എത്ര നീതിമാനെന്ന് ഭാവിച്ചാലും, എത്ര നീതിമാനെന്ന് സ്വയം തോന്നിയാലും, ജീവിതത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് ഉറ്റുനോക്കുമ്പോൾ അവിടെ പാപം മാത്രമേ ഉള്ളൂ. ഉൾത്തളങ്ങളിൽ പാപം നിറഞ്ഞു നിൽക്കുന്നത് കാണാം, പാപം തളം കെട്ടി നിൽക്കുന്നത് കാണാം. ദൈവത്തിന് സ്തോത്രം. സഹോദരീ സഹോദരങ്ങളെ, എപ്പോഴെല്ലാം പാപബോധം വരുന്നുവോ അപ്പോഴെല്ലാം ദൈവത്തിന് അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നു. പാപബോധം വരുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ കേട്ടു മനോഹരമായൊരു കഥ. ആ കഥ ഇങ്ങനെയാണ്. ഒരു രാജാവ് ഉണ്ടായിരുന്നു.
രസകരമായ കഥയാണ്. അങ്ങനെ നടന്നതായിരിക്കണമെന്നില്ല. ഒരു രാജാവ് ഉണ്ടായിരുന്നു. രാജാവ് ഇടയ്ക്കിടയ്ക്ക് ജയിൽ സന്ദർശിക്കാറുണ്ട്, ജയിലിലെ തടവുപുള്ളികളെ സന്ദർശിക്കാറുണ്ട്. ഒരു ദിവസം രാജാവ് ചെന്നു, തടവുപുള്ളികളെ ഓരോരുത്തരെയും കണ്ടു, ഓരോരുത്തരോടും ചോദിച്ചു, എന്താണ്, നീ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഈ ജയിലിൽ വരാൻ കാരണം? പൊന്നു തിരുമേനി, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ ചെയ്തതല്ല, തെറ്റ് എൻ്റെ പക്ഷത്തല്ല, ഞാൻ ഒരു തെറ്റും ചെയ്തില്ല, എന്നെ നിരപരാധിയായി എന്നെ ഇവിടെ ജയിലിലാക്കി. ഓരോരുത്തരോടും ചോദിച്ച് വരികയാണ്. അവസാനം ഒരുത്തിൻ്റെ അടുക്കൽ വന്നു, നീ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നീ ജയിലിൽ വന്നത്? അവൻ പറഞ്ഞു, പൊന്നു തിരുമേനി, ഞാൻ ഒരു വലിയ പാതകം ചെയ്തതാണ്, ഞാനിവിടെ വരേണ്ടതാണ്, ഞാൻ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുകയാണ്. പൊന്നു തിരുമേനി, എനിക്ക് മറ്റൊന്നും പറയാനില്ല, ന്യായം പറയാനൊന്നുമില്ല, എനിക്ക് തെറ്റ് പറ്റിപ്പോയി. അവൻ വിനയപൂർവ്വം പറഞ്ഞു. രാജാവ് എല്ലാവരെയും വിളിച്ച് ഒരു ഹാളിലേക്ക് കൊണ്ടുവന്നു. അവിടെ ഒരു ജനറൽ അസംബ്ലിയിലേക്ക്, ഒരു പൊതുവായിട്ട് കാണാൻ പറ്റിയ ഒരു സ്ഥലത്ത് എല്ലാവരെയും ചേർത്ത് നിർത്തി. പറഞ്ഞു, ഇവിടെ ഞാൻ ഓരോരുത്തരോട് സംസാരിച്ചപ്പോൾ എല്ലാവരും നിരപരാധികളാണെന്ന് മനസ്സിലായി. ഒരാൾ മാത്രമേ കുറ്റവാളിയുള്ളൂ എന്ന് മനസ്സിലായി. എല്ലാവരും നിരപരാധികളാണ്, അവർ തെറ്റ് ചെയ്യാത്തവരാണ്, അവരെ ജയിലിൽ വന്നുവെന്നേ ഉള്ളൂ, അവർ നിരപരാധികളാണെന്ന് മനസ്സിലായി. എന്നാൽ ഒരാൾ മാത്രം കുറ്റം ഏറ്റുപറഞ്ഞു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ ഇത്രയും നിരപരാധികളുടെ കൂട്ടത്തിൽ ഒരു കുറ്റവാളി കിടക്കുന്നത് ശരിയല്ല എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് കുറ്റവാളിയെ ഇവിടെ ജയിലിൽ നിന്ന് ഞാൻ ഇറക്കി വിടുകയാണ്, അവനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുകയാണ്. കുറ്റവാളിയായ ഒരു മനുഷ്യൻ ഇത്രയും നീതിമാന്മാരുടെ കൂടെ കിടക്കുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് കുറ്റവാളിയെ ഞാൻ മോചിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു പോലും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മനസ്സിലായോ? ജീവിതത്തിൽ എനിക്ക് കുറ്റമുണ്ടായെന്ന് സമ്മതിച്ചാൽ നീതീകരണം കിട്ടും. ഈ യോബിന് പറ്റിയ അബദ്ധം, അവൻ കുറ്റവാളിയാണ് സമ്മതിച്ചില്ല. ദ ബിറ്റർനെസ് ഓഫ് സെൽഫ് ജസ്റ്റിഫിക്കേഷൻ, ദ ബിറ്റർനെസ് ഓഫ് സെൽഫ് റൈച്ചസ്നെസ്, സ്വയം നീതീകരണത്തിൻ്റെ കയ്പാണ് അവന് വന്നത്. സഹോദരങ്ങളെ, നിങ്ങൾക്ക് സ്വയം നീതീകരിക്കാതെ ക്രൂസിലേക്ക് നോക്കാമോ? അപ്പോൾ കാണാം നമ്മുടെ പാവം നമുക്ക് മനസ്സിലാകും, നമുക്ക് എളിമപ്പെടാൻ സാധിക്കും. ക്രൂസിലെ സ്നേഹത്തെ കണ്ടാൽ ഞാൻ പാപിയാണെന്ന് മനസ്സിലാകും. ക്രൂസിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കാമോ? ഇപ്പോൾ നിങ്ങൾക്ക് ക്രൂസിലെ സ്നേഹത്തെ കാണാമോ? ക്രൂസിലെ സ്നേഹത്തിലേക്ക് ഉറ്റുനോക്കുവീൻ. ആ സ്നേഹം കാണുമ്പോൾ, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യൻ, എൻ്റെ പാപമെല്ലാം നിൻ്റെ മേൽ നീ വഹിച്ചിരിക്കുന്നു, എൻ്റെ അകൃത്യമെല്ലാം നീ ചുമന്നിരിക്കുന്നു, എൻ്റെ പാവം നീ ഏറ്റിരിക്കുന്നു. നാഥ, ഞാൻ എന്നെ തന്നെ വിനയപ്പെടുത്തുന്നു, എൻ്റെ തെറ്റുകൾ ഞാൻ ഏറ്റുപറയുന്നു. കർത്താവേ, ഞാൻ പാവമുള്ള മനുഷ്യൻ, ഞാൻ പാപിയായ മനുഷ്യൻ, ഞാൻ മഹാപാപിയായ മനുഷ്യൻ, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മേൽ തൃക്കരം വയ്ക്കണമേ, തിരുരക്തത്താൽ എന്നെ കഴുകണമേ. നീ നീതീകരണം തരാതെ എനിക്ക് സ്വയം നീതിയില്ല കർത്താവേ. നീ നീതിമാനായി എന്നെ കൽപ്പിക്കാതെ, നീതികെട്ടവനായി എന്നെ നിൻ്റെ രക്തത്താൽ നീ നീതിമാനെന്ന് വിധിക്കാതെ എനിക്ക് നീതീകരണം ലഭിക്കുകയില്ല കർത്താവേ. എന്നെ രക്ഷിക്കണമേ, എന്നെ സ്വീകരിക്കണമേ, എന്നെ കഴുകണമേ, എന്നെ വെടിപ്പാക്കണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, എന്നെ നീ നീതീകരിക്കണമേ. സമർപ്പിക്കുവീൻ, നീതീകരണം പ്രാപിപ്പീൻ, വിശുദ്ധി പ്രാപിപ്പീൻ, ക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള കഴുകൽ പ്രാപിച്ച് അനുഗ്രഹം പ്രാപിപ്പീൻ. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, മഹാപരിശുദ്ധനായ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ, രോഗികളെ സൗഖ്യമാക്കണമേ, മനോഭീതിയിരിക്കുന്നവർക്ക് ഭീതി മാറ്റിക്കൊടുക്കണമേ, ആശങ്കയിലും ഭയത്തിലിരിക്കുന്നവർക്ക് ഭയപ്പാടുകൾ മാറ്റിക്കൊടുത്ത് ആശങ്കകൾ നീക്കിക്കൊടുത്ത് അനുഗ്രഹിക്കണമേ. എല്ലാവരെയും കുടുംബമായും വ്യക്തിയായി അനുഗ്രഹിക്കണമേ. അവിടുത്തെ രണ്ടാമത്തവരിനോട് എല്ലാവരെയും വിശുദ്ധീകരിച്ചൊരുക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.